വെറും 31 വയസ്സുള്ളപ്പോൾ ഇന്ത്യയിലെ തന്നെ ശതകോടീശ്വരന്മാരിൽ ഒരാളാവുക. അത് ആലോചിച്ചു നോക്കിയാൽ അത്ര നിസ്സാര കാര്യമല്ല. സ്ഥിരോത്സാഹവും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള കഴിവുമുണ്ടെങ്കിൽ ലോകം വെട്ടിപ്പിടിക്കാം എന്ന് തെളിയിച്ച ഒരു ഇന്ത്യക്കാരനെ പറ്റിയാണ് ഇന്ന് ഞാൻ രാവിലെ പറയുന്നത്. ഹൃദേശ് അഗർവാൾ എന്നാണ് ഇയാളുടെ പേര്. ഒഡീഷയിലെ കട്ടക്ക് സ്വദേശിയാണ് അദ്ദേഹം. ഒഡീഷയിലെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഇദ്ദേഹം ഡൽഹിയിലേക്ക് പോയി കോളേജ് വിദ്യാഭ്യാസത്തിന്. അപ്പോഴാണ് ഡൽഹിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം ശ്രദ്ധയപ്പെട്ടത്. ചെലവ് കുറഞ്ഞ ഹോട്ടൽ മുറികൾ കിട്ടുന്നില്ല. അപ്പോൾ ഈ സാധാരണക്കാരുടെ അവസ്ഥ അദ്ദേഹത്തിന് തോന്നി, വലിയൊരു സങ്കടമായി. സാധാരണക്കാരൻ ഈ മഹാനഗരത്തിൽ ഇറങ്ങിയാൽ ചെലവ് കുറഞ്ഞൊരു ഹോട്ടൽ കണ്ടെത്താൻ കഴിയില്ല. ഹൃദേശിന് ഈ കാര്യം മനസ്സിലായി, ഇതൊരു വലിയ ഗൗരവമുള്ള വിഷയമാണ് എന്ന് മനസ്സിലായി. അപ്പോൾ ബജറ്റ് ഹോട്ടലുകൾ, അതായത് വാടക വളരെ കുറഞ്ഞ ഹോട്ടലുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനെ പറ്റി ഈ 18-കാരൻ ആലോചിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് സാധാരണക്കാരനെ ഈ കാര്യത്തിൽ സഹായിക്കാൻ കഴിയുക? പലരോടും ഈ കാര്യം പങ്കുവച്ചു. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു ഐഡിയ ആയാലോ, അങ്ങനെയൊക്കെ ഒരു ഐഡിയ. വിവരമില്ലാത്ത പയ്യൻ എന്ന് പറഞ്ഞ് പല ആളുകളും മുന്നോട്ട് നടന്നുപോയി. ഒട്ടുമിക്കവരും ഈ 18-കാരൻ്റെ അഭിപ്രായങ്ങളെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു കാമുകിയുണ്ടായിരുന്നു, ഗിതാൻഷാ സൂദ്. അവർക്ക് ഇത് ഈ കാമുകൻ്റെ അഭിപ്രായത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലായി. അവർ കട്ടയ്ക്ക് കൂടെ നിന്നു. കോളേജ് പഠനമൊക്കെ ഉപേക്ഷിച്ച് ഹൃദേശ് ഈ സ്വപ്നത്തിന് പിന്നാലെ പാഞ്ഞു. ബജറ്റ് ഹോട്ടലുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്ന് പറയുന്ന ഐഡിയയ്ക്ക് മുന്നിൽ അണിനിരക്കാൻ വേണ്ടി കോളേജ് പരിപാടി വേണ്ടാന്ന് വെച്ചു. സിം കാർഡുകൾ വിറ്റ് ജീവിക്കാൻ തുടങ്ങി. ജീവിക്കാൻ കാശ് വേണമല്ലോ. 2011 18-ാം വയസ്സിൽ തുടങ്ങിയ ഓറവൽ സ്റ്റേ എന്ന സ്റ്റാർട്ടപ്പിന് ടീൽ ഫെലോഷിപ്പ് ലഭിച്ചതോടെ 2013 ഓയോ റൂംസായി മാറി. ഇന്ന് ലോകത്തെ 3ാമത്തെ ഏറ്റവും വലിയ അക്കോമഡേഷൻ ശൃംഖലയാണ് ഓയോ റൂംസ്. സംരംഭകത്വ സ്വപ്നങ്ങൾ പിന്തുടരുന്നതിന് പ്രായം ഒരു തടസ്സമേ അല്ലെന്നായിരുന്നു ഹൃദേശിൻ്റെ അനുഭവം തെളിയിക്കുന്നത്. നിശ്ചയദാർഢ്യവും നൂതനമായ ചിന്തയും റിസ്ക് എടുക്കാനുള്ള കമ്മിറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും യുവ സംരംഭകർക്ക് ഏത് പ്രതിസന്ധിയും കടന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിഞ്ഞെന്ന് വരും. കൂടെ നിൽക്കാൻ ഒരു പ്രണയിനി ഉണ്ടെങ്കിൽ ഇത്തിരി ആവേശം കൂടുകയും ചെയ്യും. കാമുകി വേണം നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ ഒരു സ്പിരിറ്റ് ഉണ്ടാവും. നീണ്ട 11 കൊല്ലത്തെ പ്രണയത്തിന് ശേഷം, അതുകൂടി പറഞ്ഞത് അതാണ് വാൽകഷ്ണം. 11 കൊല്ലത്തെ പ്രണയത്തിന് ശേഷം 2023 മാർച്ചിൽ ഈ ഹൃദേശും ഗിതാൻഷാ സൂദും വിവാഹിതരായി. അവർക്ക് ഈയിടെ ആര്യൻ എന്നൊരു കുട്ടിയും ജനിച്ചു. ഒരു മകനുമൊക്കെ ഉണ്ട്. ഇപ്പോൾ സന്തോഷത്തോടെ കഴിയുന്നു. ലോകത്തെ ഏറ്റവും വലിയ ആപ്പുകളിൽ ഒന്നായി ഇത് മാറിക്കഴിഞ്ഞു എന്നുള്ള കാര്യം സന്തോഷത്തോടെ നമ്മൾ അറിയിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ 18 വയസ്സുകാർ മാത്രമല്ല, ചില കുട്ടികളൊക്കെ തന്നെ ഇപ്പോൾ +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ നമ്മുടെ ഇൻ്റർനെറ്റിൽ കമ്പനി ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. കോടീശ്വരന്മാരായ കുട്ടികളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തും. അപ്പോൾ മലയാളികൾ അവരും മോശമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് സ്ഥിതി.